പൊതുഭരണത്തിൻ്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭത്വം ശക്തിപ്പെടുത്തുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFCയുടെ മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDPക്ക് കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്, ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 ഒക്ടോബർ 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർ രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൗകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി, ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികകൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിനായി 5952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടം ഘട്ടമായി BM&BC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ്. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്തറയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്തറ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്തറ ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുനാഗപ്പള്ളി
ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു.